ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ADGP അജിത് കുമാറിനെ മാറ്റുന്ന കാര്യത്തിൽ CPM-ൽ കടുത്ത ഭിന്നത. മൗനം തുടർന്ന് മുഖ്യമന്ത്രി. അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാട് കടുപ്പിച്ച് CPI-യും. PV അൻവർ ഇന്നും മുഖ്യമന്ത്രിയെ കാണും. MV ഗോവിന്ദനുമായും കൂടിക്കാഴ്ച. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. റിപ്പോർട്ട് കിട്ടിയിട്ടും എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല? 3 വർഷം സർക്കാർ മൗനം പാലിച്ചു. സർക്കാർ നിലപാട് ആശ്ചര്യകരം. സമ്പൂർണ്ണ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകണമെന്നും കോടതി. കണ്ണൂരിലെ ക്ഷേത്ര പരിസരത്ത് നടത്തിയ CPM ബ്രാഞ്ച് സമ്മേളനം തടഞ്ഞ വിശ്വാസികൾ. ബ്രാഞ്ച് സമ്മേളനം നടന്നത് കണ്ണൂർ തൊടീക്കളം ഭഗവതി ക്ഷേത്ര വളപ്പിൽ. സാലറി ചലഞ്ചിൽ തിരിച്ചടി ഏറ്റുവാങ്ങി സംസ്ഥാന സർക്കാർ. 500 കോടി രൂപ പ്രതീക്ഷിച്ചിടത്ത് ലഭിച്ചത് 250 കോടിയിൽ താഴെ. കൂടുതൽ ജീവനക്കാരും സമ്മതപത്രം നൽകിയത് ലീവ് സറണ്ടറിൽ നിന്നും തുക ഈടാക്കാൻ. മലപ്പുറത്തെ വിഷ്ണുജിത്ത് തിരോധാനത്തിൽ വഴിത്തിരിവ്. പള്ളിപ്പുറത്ത് നിന്ന് കാണാതായ വിഷ്ണുജിത്തിന്റെ ഫോൺ ഓണായി. കാണാതായിട്ട് ഇന്ന് 6ാം നാൾ. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ബാധിച്ചവരുടെ എണ്ണം കുതിച്ചുയരുന്നു. ഒരാഴ്ചക്കിടെ രോഗം ബാധിച്ചത് 1000-ഓളം പേർക്ക്. ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ പാളിയെന്ന് വിമർശനം. ADGP MR അജിത് കുമാറിനെ മാറ്റണമെന്ന സമ്മർദ്ദം മുഖ്യമന്ത്രിക്ക് മേൽ ശക്തമാകുന്നു. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് CPM-ലും ഉയരുന്ന ആവശ്യം. അതേസമയം ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ADGP-യുടെ ആവശ്യം പരിഗണിച്ചിട്ടില്ല. ADGP-യെ മാറ്റിയാൽ P. ശശിയെയും മാറ്റേണ്ടി വരുമെന്നതും പ്രതിസന്ധിയാണ്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്ന ആവശ്യം CPM-ലും മുന്നണിക്കുള്ളിലും ശക്തമാവുകയാണ്. കടുത്ത സമ്മർദ്ദമാണ് ഇക്കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രി നേരിടുന്നത്. എന്നാൽ MR അജിത് കുമാറിനെ മാറ്റിയാൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കൂടി മാറ്റണമെന്ന ആവശ്യം വരും. ഇത് നേരിട്ട് മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്നതാണ്. മാത്രമല്ല, PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ ചില ബാഹ്യ ഇടപെടലുകൾ മുഖ്യമന്ത്രി സംശയിക്കുന്നുണ്ട്. അൻവർ ഒറ്റയ്ക്ക് ഇത്തരമൊരു നീക്കം നടത്തില്ലെന്ന് മുഖ്യമന്ത്രി കരുതുന്നു. ഇപ്പോൾ തന്റെ വിശ്വസ്തർക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടെന്നു കൂടിയാണ് മുഖ്യമന്ത്രി സംശയിക്കുന്നത്. അൻവർ തനിക്ക് നൽകിയ പരാതി പുറത്തായതിലും മുഖ്യമന്ത്രിക്ക് അമർഷമുണ്ട്. CPM സമ്മേളന കാലയളവിൽ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നതും ഇത് തന്നെ ലക്ഷ്യമിട്ടാണെന്ന് കരുതാൻ മുഖ്യമന്ത്രിയെ പ്രേരിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് തിരക്കിട്ടുള്ള നടപടികൾ മുഖ്യമന്ത്രി ഒഴിവാക്കിയതെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസ് മേധാവിയുമായുള്ള കൂടിക്കാഴ്ചയിലും ഈ വിഷയം മുഖ്യമന്ത്രി സംസാരിച്ചതുപോലുമില്ല. അതേസമയം പാർട്ടിക്കുള്ളിലും മുന്നണിയിലും ഒരുപോലെ ആവശ്യം ശക്തമായാൽ അജിത് കുമാറിനെ മാറ്റാൻ മുഖ്യമന്ത്രി നിർബന്ധിതനാവും. ജനം, തിരുവനന്തപുരം. PK ശശിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശശി പാർട്ടി വളർത്താൻ ഒന്നും ചെയ്തില്ല എന്നും ജില്ലാ സെക്രട്ടറിയെ കള്ളക്കേസിൽപ്പെടുത്താൻ ശ്രമിച്ചെന്നും വിമർശനം. നേതൃത്വം പൂർണ്ണമായി കൈവിടുന്ന സാഹചര്യത്തിൽ PK ശശിക്ക് KTDC ചെയർമാൻ സ്ഥാനം നഷ്ടമാകുമെന്ന് ഉറപ്പായി. പാലക്കാട് പാർട്ടി മേഖലാ റിപ്പോർട്ടിംഗിലാണ് PK ശശിക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രൂക്ഷ വിമർശനം നടത്തിയത്. പാർട്ടി വളർത്താൻ PK ശശി ഒന്നും ചെയ്തില്ല. ജില്ലാ സെക്രട്ടറിയെ വ്യാജക്കേസിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു. സ്വന്തം നേട്ടത്തിന് പാർട്ടിയെ ഉപയോഗപ്പെടുത്തി. നീചമായ പ്രവൃത്തികളാണ് ശശി ചെയ്തതെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. ശശിക്കെതിരായ തെറ്റുതിരുത്താൻ അവസരം നൽകുകയാണ് ചെയ്തതെന്നും റിപ്പോർട്ടിംഗിൽ ഗോവിന്ദൻ പറഞ്ഞു. കൂടാതെ PK ശശിയുടെ പ്രവർത്തന മേഖല ഉൾപ്പെടുന്ന ഒറ്റപ്പാലം റിപ്പോർട്ടിംഗിൽ അച്ചടക്ക നടപടി വിശദീകരിക്കുക മാത്രമാണ് സംസ്ഥാന സെക്രട്ടറി ചെയ്തത്. PK ശശിയെ KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന ജില്ലാ നേതൃത്വം നൽകിയ ശുപാർശ സംസ്ഥാന നേതൃത്വത്തിന്റെ പരിഗണനയിൽ ഇരിക്കെയാണ് മേഖലാ റിപ്പോർട്ടിംഗിൽ സംസ്ഥാന സെക്രട്ടറി തന്നെ വിമർശനം നടത്തിയിരിക്കുന്നത്. അതേസമയം PK ശശി പാർട്ടി വിട്ടേക്കുമെന്ന അഭ്യൂഹം ജില്ലയിൽ സജീവമാണ്. കൂടാതെ പൊതുവേദിയിൽ മുഖ്യമന്ത്രി മഹാനെന്ന് PK ശശി പ്രസംഗിച്ചതും ചർച്ചയാണ്. ജനം, പാലക്കാട്. ADGP MR അജിത് കുമാർ RSS സർക്കാർ വിവാഹിനെ കണ്ടതിൽ വിവാദങ്ങൾ തല്ലിക്കെടുത്തുകയാണ് CPM. RSS നേതാവിനെ കണ്ടതിൽ പ്രശ്നങ്ങളില്ല എന്നാണ് സ്പീക്കർ പറഞ്ഞത്, N. ഷംസീർ പറഞ്ഞത്. ധനമന്ത്രി KN ബാലഗോപാലും
ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനകളിലൊന്നിന്റെ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന നേതാവ് സംസ്ഥാനത്തെത്തുമ്പോൾ പ്രമുഖരായ വ്യക്തികളും ഉദ്യോഗസ്ഥരുമൊക്കെ കൂടിക്കാഴ്ച നടത്തുന്നത് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇതൊരു രാഷ്ട്രീയ വിവാദമാക്കി മാറ്റുന്നതിനുള്ള ശ്രമമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ സംഭവിക്കുന്നത്. ഇത്തരം ചർച്ചകൾക്ക് പിന്നിൽ മറ്റജണ്ടകളുണ്ടെന്ന തിരിച്ചറിവോടെയുള്ള CPM നേതാക്കളുടെ പ്രതികരണം ആരോപണങ്ങളുടെ മുനയൊടിച്ചു. വ്യക്തികൾ ഇപ്പോൾ കാണുന്നതിൽ വലിയ തെറ്റൊന്നുമല്ലല്ലോ. ഒരു ഉയർന്ന പോലീസ് ഓഫീസർ ഒരു RSS നേതാവിനെ കാണുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് കൂട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ അതിനകത്തൊന്നും വലിയ ഗൗരവമായി കാണേണ്ട കാര്യമൊന്നുമില്ല. അതെ, അതിനകത്തൊരു വലിയ ഗൗരവമായി കണ്ട RSS ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ്. ആ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടു. അതിനകത്ത് വലിയ അപാകത എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്തരത്തിലൊരു സമീപനവും കേരളത്തിലെ ഉയർന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ മന്ത്രിമാരുടെയൊക്കെ ഫോൺ ചോർത്തുന്നു എന്ന ആരോപണം അത് വെറും ആരോപണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ സാധാരണഗതി അവരുടെ തൊഴിലിന്റെ ഭാഗമായോ കൂടിക്കാഴ്ചയ്ക്ക് പോകുമ്പം അത് ഒഴിവാക്കണമെന്ന് അങ്ങനെ പറയാൻ പറ്റുന്നത്? ഞാൻ പറഞ്ഞു എന്തിന്റെ അല്ല, അതിനകത്ത് നിങ്ങളിപ്പോ നിങ്ങൾക്ക് ഡൽഹിയിലെ അധികം പേരെ സാധാരണ കേരളത്തിൽ നിന്നുള്ളവരെ കിട്ടത്തില്ലല്ലോ. ഇങ്ങനെ നമ്മൾ വരുമ്പോ നിങ്ങൾ ചോദിക്കാൻ വെച്ചേക്കുന്ന കാര്യമല്ല. ഇതൊക്കെ കേരളത്തിലും പലതോട് ചോദിച്ചു ഇവിടെ പറഞ്ഞാണല്ലോ. ഏത് രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുന്നവരുമായും ചർച്ച നടത്താനും ഇടപഴകാനും ജനാധിപത്യ രാജ്യത്ത് ആർക്കും അവകാശമുണ്ട്. ഇതില്ലാതെയാക്കുന്ന രീതിയിലുള്ള വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് പ്രതിപക്ഷ നേതാവും ഒരു വിഭാഗം മാധ്യമങ്ങളുമായിരുന്നു. ADGPക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കുമെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുമ്പോഴാണ് MR അജിത് കുമാർ RSS സർക്കാർ ദത്താത്രേയ ഹൊസബാളയെ കണ്ട വിഷയം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ആരോപണത്തിന്റെ കുന്തമുന നീളുമ്പോഴാണ് വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന വിധത്തിൽ VD സതീശന്റെ പ്രസ്താവന വരുന്നതെന്നതാണ് ശ്രദ്ധേയം. MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതിൽ തെറ്റില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ AN ഷംസീറിനെതിരെ ആദ്യം രംഗത്ത് വന്നത് മുസ്ലിം ലീഗ് ആണെന്നതും അജണ്ടകൾ വ്യക്തമാക്കുന്നു. ജനം, തിരുവനന്തപുരം. ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഭാരതത്തെ വീണ്ടും ഇകഴ്ത്തിക്കാട്ടി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ. ഭാരതത്തിൽ സിഖ് വംശജർക്ക് തലപ്പാവും കടയും ധരിച്ച് ഗുരുദ്വാരകളിലേക്ക് പോകാൻ പോരാട്ടം ആവശ്യമാണെന്ന് അമേരിക്കയിൽ ഫെർണാൻഡിൽ നടന്ന ഒരു പരിപാടിയിൽ രാഹുൽ പറഞ്ഞു. രാഹുലിൻ്റെ വിദ്വേഷ പരാമർശത്തിനെതിരെ BJP ദേശീയ വക്താവ് RP സിംഗ് നിയമ നടപടികളിലേക്ക് നീങ്ങുകയാണ്. कई केसेस में ही इज आउट ऑन बेल स्टिल. कई केसेस है ना उनके खिलाफ. तो पता नहीं, आई डोंट नो व्हाट हिज थिंकिंग इज, व्हाट इज स्टेट ऑफ माइंड इज जस्ट नाउ. आई एम नॉट अवेयर. थैंक यू सो मच. दिल्ली का क्या बोलना है? नहीं, मैंने देखी है, रिपोर्ट देखी है. ഇത്തരത്തിൽ സിഖ് വംശജരെ പോലും കളിയാക്കുന്ന തരത്തിലാണ് ഇന്ന് രാഹുൽ വിദേശത്ത് സംസാരിച്ചത്. ഇന്നലെ ഭാരതത്തെ ഇകഴ്ത്തി ചൈനയെ പുകഴ്ത്തുന്ന പരാമർശം നടത്തിയത് വലിയ വിവാദമായിരുന്നു. അതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ സിഖ് സമൂഹത്തെ കളിയാക്കുന്ന തരത്തിൽ ഇന്ന് സംസാരിച്ചത്. ആ സമൂഹത്തിലുള്ള നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ നിയമപരമായി ഇതിനെ നേരിടാൻ ഒരുങ്ങുന്നു. അതിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ കണ്ടത്. ADGP RSS നേതാവിനെ കണ്ടത് എന്തിനെന്ന് വ്യക്തമാക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇതറിയാനുള്ള അവകാശമുണ്ട്. LDF യോഗത്തിൽ പറയേണ്ടത് അവിടെ പറയും. കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് സ്പീക്കർ AN ഷംസീറിൻ്റെ പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. LDF യോഗത്തിലെ കാര്യം ഇവിടെ അല്ലല്ലോ പറയേണ്ടത്, LDF-ലല്ലേ. അവിടെ പറഞ്ഞോളാം. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, കേരളത്തിലെ ADGPക്ക് RSSന്റെ മേധാവികളുമായിട്ട് ഊഴം വെച്ച് പോയി കണ്ട് സംസാരിക്കാൻ എന്താണ് കാര്യമുള്ളത്, എന്താ വിഷയം? അതുകൊണ്ട് ക്രമസമാധാന ചുമതല ADGP ഊഴം വെച്ച് RSSന്റെ മേധാവികളെ പോയി കാണുന്നു. ആ കൂടിക്കാഴ്ചയുടെ പൊരുൾ എന്താണ് അതറിയാൻ അവകാശമുണ്ട്. ഷംസീറിനെ പോലെയുള്ള ആളുകൾ ആ പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നു. ആ പ്രസ്താവന ഒരുപാട് ദുർവ്യാഖ്യാനത്തിനിടയാക്കിയിട്ടുണ്ട്. മന്ത്രിസ്ഥാന കൈമാറ്റത്തെ സംബന്ധിച്ച ചർച്ചകളെക്കുറിച്ച് അറിയില്ല എന്ന് ആവർത്തിച്ച് മന്ത്രി AK ശശീന്ദ്രൻ പാർട്ടി പ്രവർത്തനത്തിൽ സജീവമാകുമെന്ന് പറഞ്ഞത് മറ്റൊരു സാഹചര്യത്തിലാണ്. ADGP RSS കൂടിക്കാഴ്ചയിൽ NCPയുടെ നിലപാട് മുന്നണിയെ അറിയിക്കുമെന്നും ശശീന്ദ്രൻ കോഴിക്കോട്ട് പറഞ്ഞു. മന്ത്രിസ്ഥാനം വെച്ച് മാറാൻ സംബന്ധിച്ച് എന്തെങ്കിലും ചർച്ചകൾ നടത്തുന്നുണ്ടോ? അറിയില്ല.
നിങ്ങളിങ്ങനെ വാർത്ത കൊടുത്തിട്ടൊക്കെ അറിയാം. തോമസ് കെ തോമസ് ഒന്നും പറഞ്ഞില്ല, ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. എന്തോട്ടെ ഇപ്പം അങ്ങനെ ഒരു ചർച്ചയില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അല്ല, അത് വേറൊരു കോൺടെസ്റ്റ് പറഞ്ഞതാണ്. കാരണം എനിക്ക് ഇനി കൂടുതൽ പാർട്ടി പ്രവർത്തനത്തിലാണ് താല്പര്യമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വേറെ കാര്യമാണ്. പക്ഷേ ഇത് നിങ്ങളുണ്ടാക്കിയ വാർത്തകളുടെ അടിസ്ഥാനത്തിലുള്ള പ്രചരണങ്ങളാണ്. ഇനിയെങ്കിലും ഏതായാലും ഇത്ര ദിവസം നിങ്ങൾ ഒരു മാസമായില്ലേ നിങ്ങളിങ്ങനെ പ്രചരണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ പ്രചരണം കൊടുത്തുകൊണ്ടേയിരിക്കും, ഞാനിങ്ങനെ നിൽക്കുകയും ചെയ്യും. അല്ല, അത് LDF ചർച്ച ചെയ്യേണ്ടതാണ്. LDF മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളുമായല്ല പങ്കുവെക്കേണ്ടത്, ഇത്തരം സംഘടനാ സംവിധാനത്തിലൂടെയാണ് പങ്കുവെക്കേണ്ടത്. അത് ഞങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ട് പറയേണ്ട സ്ഥലത്ത് പറയുന്നതാണ്. അത് മാധ്യമങ്ങളെ അറിയിച്ച് പബ്ലിസിറ്റി നേടി കയ്യടി നേടി പറയേണ്ട ഒരു കാര്യമല്ല. ക്ഷേത്ര പരിസരത്തെ CPM ബ്രാഞ്ച് സമ്മേളനം തടഞ്ഞ വിശ്വാസികൾ. കണ്ണൂർ തൊടിക്കളം നീലകണ്ഠി ഭഗവതി ക്ഷേത്രത്തിലാണ് ബ്രാഞ്ച് സമ്മേളനം നടന്നത്. അമ്പലത്തിന്റെ പരിപാടിയിൽ അമ്പലത്തിന്റെ സ്ഥലത്ത് എടുത്തോട്ടെ, ആയിക്കോട്ടെ, ഫോട്ടോ ബാക്കി നമ്മൾ പറഞ്ഞോ. ദേവസ്വം ബോർഡിന്റെ സ്ഥലത്ത് CPM പരിപാടിയാണ്. ഇതെന്താ ഇത്? എടുക്ക്, നല്ല എടുക്കണേ. ഇത് ഞാൻ മുമ്പ് തന്നെ അതിന്റെ ഇടയ്ക്ക് ഒരാള് കയ്യാങ്കളി നമ്മൾ കാണിച്ചിട്ടാവും. പിന്നെ വീഡിയോ എടുക്കരുത്. എന്നാ പിന്നെ വിവരങ്ങളുമായി KJ ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, കണ്ണൂരിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്ര സങ്കേതത്തിൽ, ക്ഷേത്ര വളപ്പിലാണ് CPMന്റെ ബ്രാഞ്ച് സമ്മേളനം നടന്നിട്ടുള്ളത്. ഇത് വിശ്വാസികൾ തടയുകയും ചെയ്തു. ഈ സമ്മേളനം നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച ഈ സ്ഥലത്ത് തന്നെയാണോ ഈ നടക്കുന്നത്? ഈ ക്ഷേത്രവിശ്വാസികൾ ഈ സമ്മേളനം കൂടിയ സമയത്താണോ അവിടെ സമ്മേളനം നടക്കുന്ന വിവരം അറിഞ്ഞത്? ശ്രീജിത്ത്. വിനോദ്, എന്തായാലും കണ്ണൂരിലെ മലബാർ ദേവസ്വത്തിന് കീഴിൽ വരുന്ന പല ക്ഷേത്രങ്ങളിലും ശ്രീകൃഷ്ണ ജയന്തിയും അതോടൊപ്പം തന്നെ ഗണേശ ഉത്സവമെല്ലാം നടന്നു വരുമ്പോൾ പല തവണ CPM പ്രവർത്തകർ അത് തടയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. വിശ്വാസികൾ സംഘടിപ്പിക്കുന്ന ഇത്തരം പരിപാടികൾ അത് പാർട്ടിയുടെ ഭാഗമായാണെന്ന് അവർ പറയുകയും അത് തടയുകയും ഉണ്ടായി. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായാണ് CPMന്റെ ബ്രാഞ്ച് സമ്മേളനം തന്നെ നിലവിൽ കണ്ണൂരിലെ ഒരു ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്നത്. കണ്ണൂരിലെ കൂത്തുപറമ്പിന് കീഴിൽ വരുന്ന തൊടിക്കളം നീലകണ്ഠി ഭഗവതി ക്ഷേത്ര പരിസരത്താണ് ഇത്തരത്തിൽ ഒരു ബ്രാഞ്ച് സമ്മേളനം നടന്നിരിക്കുന്നത്. വിനോദ് നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഇത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള ഒരു പാർട്ടിയുടെ സമ്മേളനമായിരുന്നു, ബ്രാഞ്ച് സമ്മേളനമായിരുന്നു. ആ ക്ഷേത്രത്തിന് സമീപം ഒരു കെട്ടിടമുണ്ട്, ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിന് സമീപത്ത് ഒരു കെട്ടിടത്തിൽ. അവിടെ ആ ക്ഷേത്ര കെട്ടിടത്തിന് G പവിത്രൻ നഗർ എന്ന പേരിട്ട ഒരു നഗറിലാണ് ഇത്തരത്തിൽ പാർട്ടി സമ്മേളനം നടന്നിരിക്കുന്നത്. അത് വിശ്വാസികൾ അറിയുകയും പിന്നീട് അവർ സംഘടിച്ചെത്തി അത് തടയുകയും ചെയ്തു. എന്തായാലും ഇന്ന് കൃത്യം 9 മണിക്ക് തന്നെ ആ പാർട്ടി സമ്മേളനം, ബ്രാഞ്ച് സമ്മേളനം ആരംഭിക്കുകയും അതിനുശേഷം അതിൻ്റെ ഉദ്ഘാടനത്തിനായി CPMന്റെ കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി അംഗം തന്നെ അവിടെ നേരിട്ടെത്തുകയും അവർ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിനിടയിലാണ് ഇത്തരത്തിൽ വിശ്വാസികൾ സംഘടിച്ചെത്തി, ആ പ്രദേശത്തെ വിശ്വാസികൾ സംഘടിച്ചെത്തി ഈ ദേവസ്വം ബോർഡിന്റെ ഈ ക്ഷേത്രത്തിൽ സംഘടിച്ചെത്തുകയും അതിനുശേഷം ഇതിന്റെ ബ്രാഞ്ച് സമ്മേളനം തടയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഇവർ പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തു. ആദ്യം ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ വിശ്വാസികൾ അവിടെ എത്തിയതിനു ശേഷം ഈ CPMന്റെ സജീവ അംഗങ്ങളും അതോടൊപ്പം തന്നെ പ്രാദേശിക നേതാക്കളോടും ക്ഷേത്രത്തിൽ നിന്നും പുറത്തു പോകണം, കെട്ടിടത്തിൽ നിന്നും പുറത്തു പോകണം എന്നാവശ്യപ്പെടുമ്പോൾ അവർ പ്രകോപനപരമായാണ് പെരുമാറുന്നത്. അതിനുശേഷം കൂടുതൽ പ്രവർത്തകരെത്തി, വിശ്വാസികളെത്തിയാണ് നിലവിൽ അവരെ ഈ സ്ഥലത്തു നിന്നും മാറ്റിയിരിക്കുന്നത്. നിലവിൽ ഈ ബ്രാഞ്ച് സമ്മേളനം തുടരുകയാണ്. സമീപത്തെ ഒരു വീടിന് സമീപമാണ് നിലവിൽ ബ്രാഞ്ച് സമ്മേളനം തുടങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഈ വിശ്വാസികൾ പോലീസിൽ പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും കണ്ണൂരിൽ വിശ്വാസികൾ നടത്തുന്ന ഇത്തരം ശ്രീകൃഷ്ണ ജയന്തിയും ഗണേശോത്സവം ഉൾപ്പെടെയുള്ള പരിപാടികൾ തടയുകയും CPM പ്രവർത്തകർ ക്ഷേത്രത്തിന് സമീപത്തെ കെട്ടിടത്തിൽ ബ്രാഞ്ച് സമ്മേളനം നടത്തുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ കണ്ണൂരുള്ളത്. അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തിനൊരു ഭരണസമിതി ഉണ്ടോ ശ്രീജിത്ത്? ഈ ഭരണസമിതി കൂടി അറിഞ്ഞിട്ടാണോ ഇത്തരത്തിൽ ഒരു സമ്മേളനം നടന്നത്, അതോ ഭരണസമിതി അറിയിക്കാതെയാണോ? ഭരണസമിതിയിൽ CPMൽ ഉൾപ്പെട്ട ആളുകൾ ഇത്തരം ഒരു അനുമതി തേടാൻ വേണ്ടി അല്ലെങ്കിൽ അനുമതി വാങ്ങാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവം നമുക്കറിയാൻ കഴിയുന്നുണ്ടോ ശ്രീജിത്ത്?
വിനോദ്, എന്തായാലും ഈ വിശ്വാസികൾ അവിടെ എത്തുകയും ഈ അവിടുത്തെ പ്രാദേശിക CPM നേതാക്കളോട് നിങ്ങൾ ആരോടാണ് അനുമതി വാങ്ങിയാണ് ഇത്തരത്തിലൊരു ബ്രാഞ്ച് സമ്മേളനം അവിടെ സംഘടിപ്പിച്ചതെന്ന് ചോദ്യം ഉന്നയിക്കുമ്പോൾ അവർ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ക്ഷേത്ര കമ്മിറ്റി അവർക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നും ആ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്നും അനുവാദം നൽകിയതായി അവർ പലതവണ ആ ദൃശ്യങ്ങളിൽ തന്നെ കാണുമ്പോൾ പറയുന്നുണ്ട്. പക്ഷേ അത്തരം ഒരു പാർട്ടി പരിപാടിക്ക് ഇത്തരത്തിലൊരു ക്ഷേത്ര പരിസരം വിട്ടു നൽകാമോ എന്നൊരു ചോദ്യം മാത്രമാണ് ബാക്കി. തീർച്ചയായും കണ്ണൂരിലെ ഇതേപോലെ ഒരു ക്ഷേത്ര സങ്കേതത്തിലാണ് CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനത്തിന് വേദി ആയത്. അവിടെ വിശ്വാസികൾ ഒന്നടങ്കം മുന്നിലേക്ക് വന്നത് തടയുകയായിരുന്നു. ക്ഷേത്ര കമ്മിറ്റി കൂടി അറിഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള പാർട്ടി സമ്മേളനം കണ്ണൂരിലെ ഒരു ക്ഷേത്രത്തിൽ നടന്നത്. എന്തായാലും വിശ്വാസികൾ തടയുകയും ചെയ്തു. റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയും വ്യവസായിയുമായ മുഹമ്മദ് ആട്ടൂരിൻ്റെ തിരോധാന കേസ് അന്വേഷണം ഏറ്റെടുത്ത ശേഷം ക്രൈംബ്രാഞ്ച് IG P. പ്രകാശൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. തീർച്ചയായിട്ടും ഒരു സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ തന്നെ നടത്തും. അല്ല, ഈ അന്വേഷണത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, സമയത്തിനൊന്നും പറയാൻ പറ്റത്തില്ല. സിനിമ പോലല്ലേ, നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ മാക്സിമം ശ്രമിക്കാം എത്രയും വേഗം തെളിയിക്കാനുള്ളൂ. ഈ കേരളത്തിന് പുറത്തുള്ള പ്രദേശങ്ങളിലും എന്തായാലും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോകും. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല, ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതാകുമ്പോൾ നമുക്ക് പറയാം. തുടങ്ങിയിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് തുടങ്ങിയിട്ടുണ്ട്, ചെയ്യും. എനിക്ക് ഒരു അപേക്ഷ ഉള്ളത്, ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് പല സ്ഥലത്ത് പോകും. ദയവായി അവരുടെ അടുത്ത് പോയി അങ്ങോട്ട് കയറി ഞങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രസ് വരുമ്പോൾ തീർച്ചയായിട്ടും മീഡിയ അറിയിക്കാം. സോ അതൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. ഞങ്ങൾ എത്ര എഫിഷ്യൻറ്റ് ചെയ്യാൻ പറ്റും അത്ര എഫിഷ്യൻ്റ് ഞങ്ങൾ ചെയ്യുക. താങ്ക് യു. മുഹമ്മദ് ആട്ടൂരിൻ്റെ തിരോധാന കേസ് അന്വേഷണം ഏറ്റെടുത്ത ശേഷം ക്രൈംബ്രാഞ്ച് IG P. പ്രകാശനാണ് മാധ്യമങ്ങളെ കണ്ടത്. അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചത്. മലപ്പുറത്ത് കാണാതായ യുവാവിനെ കണ്ടെത്തി. പള്ളിപ്പുറം സ്വദേശി വിഷ്ണുജിത്തിനെ കണ്ടെത്തിയത് ഊട്ടിയിൽ നിന്നാണ്. സെപ്റ്റംബർ 4-നാണ് യുവാവിനെ കാണാതായത്. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുന്നു. ആനന്ദ്, ഈ വിഷ്ണുജിത്തിനെ 6 ദിവസമായി കാണാതെ പോയ അന്വേഷണം നടക്കുകയായിരുന്നു. മലപ്പുറത്ത് നിന്നാണ് പള്ളിപ്പുറം സ്വദേശി വിഷ്ണുജിത്തിനെ കണ്ടെത്തിയത്. ഊട്ടിയിൽ നിന്നാണ്. മലപ്പുറത്ത് നിന്ന് കാണാതായ വിഷ്ണുജിത്തിനെ കണ്ടെത്തുന്നത് ഊട്ടിയിൽ നിന്നാണ്. കൂടുതൽ വിവരങ്ങൾ ആനന്ദ്. അല്പസമയം മുമ്പാണ് ഈ വിഷ്ണുജിത്തിനെ പോലീസ് കണ്ടെത്തിയ കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. മലപ്പുറം SP ശശിധരൻ വിഷ്ണുജിത്ത് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടെന്ന് ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഈ ഫോണിന്റെ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ തിരച്ചിലൊടുവിലാണ് വിഷ്ണുജിത്തിനെ ഊട്ടിയിൽ നിന്ന് കണ്ടെത്തിയത്. ഇന്നലെ ഇയാളുടെ ഫോൺ ഓൺ ആക്കിയിരുന്നു. ആ ലൊക്കേഷൻ പോലീസിന് ലഭിക്കുകയും അവിടെ നിന്ന് തമിഴ്നാട് പോലീസുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ഓപ്പറേഷന്റെ അവസാനമാണ് ഇത്തരത്തിൽ വിഷ്ണുജിത്തിനെ ഊട്ടിയിൽ നിന്ന് കണ്ടെത്തിയത്. എന്തായാലും വിഷ്ണു ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്ന് മലപ്പുറം SP അല്പസമയം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സുരക്ഷിതനാണ്. കൂടുതൽ കാര്യങ്ങൾ, അതായത് എന്തുകൊണ്ടാണ് പോയത്, അല്ലെങ്കിൽ എന്തായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചെന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കേണ്ടതുണ്ട്. അത് വിശദമായ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ അറിയാൻ വേണ്ടി സാധിക്കുള്ളൂ. എന്തായാലും വിഷ്ണുജിത്ത് സുരക്ഷിതനാണെന്നാണ് പോലീസ് പറയുന്നത്. ഈ തമിഴ്നാട് പോലീസിന്റെ വലിയ ഒരു സഹകരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നു എന്നും മലപ്പുറം SP പറയുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ സെപ്റ്റംബർ 4-നാണ് വിഷ്ണുജിത്തിനെ കാണാതായത്. നവവരനായിരുന്നു. കല്യാണം 2-3 ദിവസങ്ങൾക്ക് മുൻപ് നടക്കേണ്ടതായിരുന്നു. വിവാഹ ആവശ്യത്തിന് പണം സംഘടിപ്പിക്കാൻ വേണ്ടി പോവുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിനെ കണ്ടെത്തിയിരുന്നില്ല. യാതൊരു വിവരവും വീട്ടുകാർക്കുണ്ടായിരുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ CCTV വിഷ്വലുകൾ പോലീസിന് ലഭിച്ചിരുന്നു. പിന്നീട് കോയമ്പത്തൂരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു. എന്തായാലും വിഷ്ണുജിത്തിനെ ഊട്ടിയിൽ നിന്ന് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. വിഷ്ണുജിത്ത് പോലീസിന്റെ കസ്റ്റഡിയിൽ സുരക്ഷിതനാണ്. വിനോദ്, തീർച്ചയായും മലപ്പുറത്ത് നിന്ന് കാണാതായ യുവാവിനെ കണ്ടെത്തിയിരിക്കുന്നു. ഊട്ടിയിൽ നിന്നാണ് പള്ളിപ്പുറം സ്വദേശി വിഷ്ണുജിത്തിനെ കണ്ടെത്തിയത്. സെപ്റ്റംബർ 4-നായിരുന്നു യുവാവിനെ കാണാതായത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആനന്ദ് പുതൂർ. വിഭാഗീയത രൂക്ഷമായ ആലപ്പുഴ ജില്ലയിൽ CPM സമ്മേളനം ആരംഭിച്ചതിന് പിന്നാലെ പാർട്ടിയിലെ കൂട്ടരാജികളും പരസ്യ പ്രതികരണങ്ങളും വ്യാപകമാകുന്നു. ജില്ലാ സമ്മേളനത്തിന് വേദിയാകുന്ന ഹരിപ്പാടും പാർട്ടി ശക്തി കേന്ദ്രമായിരുന്ന കായംകുളത്തുമാണ് കൂട്ടത്തോടെ പാർട്ടി അംഗങ്ങൾ രാജിവെച്ചത്. ഇതോടെ ഈ മേഖലകളിൽ സമ്മേളന നടത്തിപ്പ് തന്നെ പ്രതിസന്ധിയിലായിട്ടുണ്ട്. VS അച്യുതാനന്ദന്റെ ശക്തി കേന്ദ്രമായിരുന്ന ഹരിപ്പാട്ട് 2001 നടന്ന CPM ജില്ലാ സമ്മേളനത്തിലായിരുന്നു VS പക്ഷത്തിന് ജില്ലയിൽ ആദ്യമായി അടിതെറ്റിയതും G സുധാകരൻ ആദ്യമായി പാർട്ടി ജില്ലാ സെക്രട്ടറി ആകുന്നതും.
2 പതിറ്റാണ്ടുകൾക്കിപ്പുറം ഹരിപ്പാട് വീണ്ടും ജില്ലാ സമ്മേളനത്തിന് വേദിയാകുമ്പോൾ പാർട്ടിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ആകെ മാറി മറിയുകയാണ്. വിഭാഗീയത കൊടികുത്തി വാഴുന്ന ഹരിപ്പാട്ടും കായംകുളത്തും ബ്രാഞ്ച് കമ്മിറ്റി ഒന്നടങ്കവും ലോക്കൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ കൂട്ടരാജിവെച്ച് സംസ്ഥാന സെക്രട്ടറിക്ക് കത്തയച്ചു. ഗ്രൂപ്പ് നീക്കമെന്ന് വിമർശിക്കപ്പെടുമെന്ന് അറിഞ്ഞിട്ടും ഒറ്റക്കത്തിലൂടെ പ്രവർത്തന പാരമ്പര്യമുള്ള പാർട്ടി അംഗങ്ങളടക്കം കൂട്ടരാജിക്ക് തയ്യാറായതും പാർട്ടി നേതൃത്വം പാർട്ടി തത്വങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്നതിലെ പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. ഹരിപ്പാട് ഏരിയ പരിധിയിലെ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കുമാരപുരത്ത് പഞ്ചായത്ത് പ്രസിഡന്റും മുൻ ഏരിയ കമ്മിറ്റി അംഗവുമടക്കം രാജിവെച്ചു. ഇവിടെ നിലവിൽ ശക്തരായ ജില്ലാ ഏരിയ നേതാക്കളെ പ്രതിക്കൂട്ടിലാക്കാനുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് കൂട്ടരാജിയെന്നും സൂചനയുണ്ട്. കായംകുളം പുള്ളിക്കണക്ക് ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലുള്ള ആലുമൂട് സൊസൈറ്റി ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്നും 10 പേരാണ് രാജിവെച്ചത്. പരാതി കത്തുകൾ അയച്ച് പ്രതികരണം പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിരവധി പേർ ചെങ്ങന്നൂർ, കുട്ടനാട്, ഹരിപ്പാട്, കായംകുളം ഏരിയ പരിധിയിൽ ലോക്കൽ സമ്മേളനത്തോടെ രാജിവെക്കുമെന്നും ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാത്തതിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. സർക്കാർ നിഷ്ക്രിയത്വം പാലിച്ചെന്ന് കോടതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ സമ്പൂർണ്ണ രൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘവും സർക്കാരും റിപ്പോർട്ട് നൽകണം. റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ 4 വർഷത്തിലധികം നടപടി സ്വീകരിക്കാതിരുന്ന സർക്കാർ നിലപാടിനെ ഹൈക്കോടതി അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. റിപ്പോർട്ട് ലഭിച്ചിട്ടും എന്തുകൊണ്ട് സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചില്ല? സർക്കാർ നിഷ്ക്രിയത്വം പാലിച്ചു. നേരിയ നടപടിയെങ്കിലും എടുക്കാതിരുന്നതിനെ നീതീകരിക്കാനാകുമോ എന്നും സർക്കാരിന് വേണ്ടി ഹാജരായ AGയോട് കോടതി ചോദ്യമുയർത്തി. എന്നാൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനായിരുന്നു കമ്മിറ്റിയെ നിയമിച്ചതെന്നും നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നുമായിരുന്നു സർക്കാരിന്റെ വാദം. പരാതികളുടെ അടിസ്ഥാനത്തിൽ വിവിധ സ്റ്റേഷനുകളിൽ 23 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും AG അറിയിച്ചെങ്കിലും കോടതി അതൊന്നും മുഖവിലക്കെടുത്തില്ല. 2021 DGPക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ചു. എന്നിട്ടും നടപടിയുണ്ടായില്ല. സർക്കാർ ചെറുവിരൽ അനക്കിയില്ലെന്നും ഹൈക്കോടതി വിമർശനമുയർത്തി. തുടർന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സമ്പൂർണ്ണ രൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ സർക്കാരിന് നിർദ്ദേശം നൽകിയ കോടതി വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാനും സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അതേസമയം മാധ്യമ വിചാരണ പാടില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദാംശങ്ങൾ നൽകരുതെന്നും പരാതിക്കാരുടെയോ കുറ്റക്കാരുടെയോ പേരുവിവരങ്ങളും പുറത്തുവിടാൻ പാടില്ല, രഹസ്യാത്മകത കാത്തുസൂക്ഷിച്ചു വേണം അന്വേഷണം നടത്താനെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പൊതു താൽപര്യ ഹർജികളടക്കം പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി പ്രത്യേക ബെഞ്ചിന്റെ നടപടി. ഒക്ടോബർ 3 ഹർജി പരിഗണിക്കുന്നതിന് മുൻപ് പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും വേണം. ജനം, കൊച്ചി. സാലറി ചലഞ്ചിൽ തിരിച്ചടി ഏറ്റുവാങ്ങി സർക്കാർ. 500 കോടി രൂപ പ്രതീക്ഷിച്ച സ്ഥലത്ത് ലഭിച്ചത് 250 കോടിയിൽ രൂപ താഴെ മാത്രം. കൂടുതൽ ആളുകളും സമ്മതപത്രം നൽകിയത് ലീവ് സറണ്ടറിൽ നിന്നും തുക ഈടാക്കാൻ വേണ്ടി. വയനാട് പുനരധിവാസത്തിന്റെ പേര് പറഞ്ഞ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ കൈയിട്ട് വാരാനുള്ള സർക്കാർ നീക്കം ജീവനക്കാരുടെ ഒന്നിച്ചുള്ള പ്രതിരോധത്തിൽ അപ്രസക്തമായെന്നതാണ് യാഥാർത്ഥ്യം. 52% ജീവനക്കാർ മാത്രമാണ് ആകെ സാലറി ചലഞ്ചിന് തയ്യാറായി സമ്മതപത്രം നൽകിയത്. ഇതിൽ കൂടുതൽ പേരും ലീവ് സറണ്ടറിൽ നിന്നും തുക ഈടാക്കുന്നതിനാണ് സമ്മതപത്രം നൽകിയതെന്നതും സർക്കാരിന് തിരിച്ചടിയായി. അതായത് ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നേരിട്ട് പണം പിടിക്കാമെന്ന സർക്കാരിന്റെ മോഹത്തിന് വലിയ തിരിച്ചടിയേറ്റു. സാലറി ചലഞ്ചിലൂടെ 500 കോടിയെങ്കിലും കണ്ടെത്താമെന്നായിരുന്നു സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും പ്രതീക്ഷ. എന്നാൽ കിട്ടിയതാകട്ടെ പകുതിയിൽ താഴെ തുക മാത്രം. സാലറി ചലഞ്ച് നിർബന്ധപൂർവ്വം നടപ്പിലാക്കാനുള്ള സർക്കാർ നീക്കം ജീവനക്കാരിൽ നിന്ന് വലിയ എതിർപ്പ് വരാൻ കാരണമായിരുന്നു. പിന്നാലെ സമ്മതപത്രം നൽകാത്തവരിൽ നിന്ന് ശമ്പളം പിടിക്കില്ലെന്ന് സർക്കാർ നിലപാട് മാറ്റി. 10 ദിവസത്തെ ശമ്പളം നൽകണമെന്നായിരുന്നു നേരത്തെ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാട്. ജീവനക്കാരുടെ സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് ഇത് പിന്നീട് 5 ദിവസമായി കുറയ്ക്കുകയായിരുന്നു. ജനം, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ബാധിച്ചവരുടെ എണ്ണം കുതിച്ചുയരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 1000-ഓളം പേർക്കാണ് രോഗം ബാധിച്ചത്. തുടക്കത്തിലെ ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധം പാളിയതാണ് ഡെങ്കിപ്പനി വ്യാപിക്കാൻ കാരണം. സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം മാത്രം 98 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും 264 പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടിയുമെത്തി. ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രോഗബാധിതരായത് 1000-ലധികം പേരാണ്. ഈ മാസം ഇതുവരെ 1500-ലധികം പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടിയിട്ടുണ്ട്. ഈ വർഷം 15475 പേർക്ക് രോഗം ബാധിക്കുകയും 41945 പേർ ലക്ഷണങ്ങളോടെ ചികിത്സ തേടുകയും 50 പേർ മരണപ്പെടുകയും ചെയ്തു.
കൊതുകുകളുടെ ഉറവിടം നശിപ്പിച്ച് ഡെങ്കിപ്പനി പടരുന്നത് തടയാനുള്ള ഊർജിത ശ്രമമാണ് സർക്കാർ തലങ്ങളിൽ ഉണ്ടാകേണ്ടത്. ഔട്ട്ബ്രേക്ക് സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിലും വലിയ വീഴ്ചയുണ്ടാകുന്നു. തുടക്കത്തിലെ ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധം പാളിയതാണ് ഡെങ്കിപ്പനി വ്യാപിക്കാൻ കാരണം. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടന്നിട്ടില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം വകുപ്പുകൾക്ക് പണം അനുവദിക്കാത്തത് പ്രതിരോധ പ്രവർത്തനങ്ങൾ പാളുന്നതിന് കാരണമായി. ജനം, തിരുവനന്തപുരം. ഉച്ചവാർത്ത സമാപിക്കുന്നു. നമസ്തേ.